തുടരും ഡയറക്ടഡ് ബൈ തരുൺ മൂർത്തി. ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്യായ പടം, ഒരു രക്ഷയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കിണ്ണം കാഴ്ച പടം. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എമ്പുരാനേക്കാളും കാത്തിരുന്നൊരു സിനിമയാണ് തുടരും എന്ന് പറഞ്ഞത്. പക്ഷെ അതിന്റെ ട്രെയിലർ കണ്ടിരുന്ന സമയത്ത് കുറെ കൂടി ഒരു ഇമോഷണൽ മൂവി ആവും, അതായത് ഒരു ഇമോഷണൽ ഡ്രാമ, അത് ഇമോഷണൽ, അതായത് മറ്റെന്താ പറയുക, മോഹൻലാലോ മറ്റേ ഒരു അംബാസഡർ കാർ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ വണ്ടി കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചതി വഴി കയ്യിൽ നിന്ന് പോവുക, അപ്പൊ ആ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നടത്തണ കുറച്ച് സംഭവങ്ങൾ, ഇതൊക്കെയാണ് ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ ബന്ധപ്പെടുത്തിയിട്ട് മാത്രം പോണ ഒരു മൂവിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് തരാം, ട്രെയിലറിൽ കണ്ട സംഭവമേ അല്ല സിനിമ. ആനി ഉറുമ്പ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള ഈ കാറ് കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമുക്കൊരു ഫീൽ വന്നല്ലോ, കാറ് മോഹൻലാലിന്റെ അടുത്ത് നിന്ന് പോണ ഒരു സംഭവം വന്നല്ലോ. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്, സിനിമ അവിടുന്ന് തുടങ്ങണുള്ളൂ. അതായത് ട്രെയിലറിൽ കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച ഒരു പ്ലോട്ട് ഉണ്ടല്ലോ, അത് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് മാത്രമാണ്. പിന്നെ അവിടുന്ന് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ അടിച്ചണ്ട് കയറും. അടിച്ചണ്ട് കയറുക മാത്രമല്ല, നല്ലൊരു ഗംഭീര ട്വിസ്റ്റ് ഒരു സിനിമയിലുണ്ട്. ബാക്കി ട്വിസ്റ്റുകളൊക്കെ പിന്നെയും കുറച്ചും കൂടി പ്രിഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ഇതിൽ വന്നിട്ടുള്ളൊരു മെയിൻ ട്വിസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലാണ് ട്വിസ്റ്റ് വരുന്നത്. ആ ട്വിസ്റ്റ് വരുന്നതിന് ശേഷമാണ് ആ സിനിമ പിന്നെ ഒരു ഓടുകയാണ് പടം. 2.25 മണിക്കൂർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ സത്യം 1 മണിക്കൂർ ഇരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്ര അധികം സ്പീഡിൽ ഈ സിനിമ പോകുന്നത്. സിനിമ അത്ര സ്പീഡിൽ പോണ സമയത്ത് ഈ തുടക്കത്തിൽ തന്നെ ഭയങ്കര സംഭവമല്ല, മനസ്സിലായി. തുടക്കത്തിൽ ഒരു എന്താ പറയാ, കുറച്ച് മോഹൻലാലിന്റെ പഴയ ഫോട്ടോസ് ഒക്കെ ഇതിൽ കാണിച്ചിട്ട് ഒരു പാട്ടൊക്കെ ഇങ്ങനെ ബാക്ക് ഇട്ടിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ആണ്. അത് മോഹൻലാൽ എങ്ങനത്തെ ആളാണ്, ശോഭൻ എങ്ങനത്തെ ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു കാറ്, അതിന് ശേഷമാണ് ഈ കാറ് പോണതും. പിന്നെ അവിടെ നടക്കേണ്ട സിനിമ ഭയങ്കര സ്പീഡിലാണ് പോണത്, മനസ്സിലായില്ല. ഭയങ്കര സ്പീഡിലാണ് പോണത്. ത്രൂ ഔട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ പടം. അതേപോലെ തന്നെ ഇത് ആക്ഷൻ സീക്വൻസിന്റെ അവിടെ നിൽക്കട്ടെ, ആക്ഷൻ സീക്വൻസ് അല്ല, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒരു പഴയ വിന്റേജ് മോഹൻലാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിന്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക വിന്റേജ് മോഹൻലാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മള് ഇപ്പൊ എമ്പുരാനൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു മോഹൻലാൽ എന്ന് പറയുമ്പോൾ വരുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതായത് ഒരു അന്യായ പെർഫോമൻസ് കാഴ്ചവെക്കണ ഒരു മോഹൻലാൽ ഉണ്ട്. അത് നിങ്ങൾക്ക് എമ്പുരാന്റെ കഴിഞ്ഞ പടം എമ്പുരാനാണല്ലോ ഹിറ്റ് ആയത്, അതുകൊണ്ടാണ് എമ്പുരാന്റെ പറയുന്നത്. പക്ഷെ എമ്പുരാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ അതിന്റെ എല്ലാ പ്രശ്നവും ഈ ഒരു പടത്തിൽ തീർത്തിട്ടുണ്ട് മോഹൻലാൽ. അന്ന് അഭിനയം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ പറയല്ലോ, മലയാളത്തില് മോഹൻലാലിനെ കഴിച്ചിട്ടുള്ളൂ അതാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അത് പിന്നെ തെളിയിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻക്ലൂഡിംഗ് ദി ആക്ഷൻ സീക്വൻസ് ഇമ്പാക്ട്. അതായത് കൈ അടിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്, മനസ്സിലായില്ല. അതല്ലാതെ ഇത് ഈ കരച്ചിലും പിച്ച് അതൊന്നല്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ വന്ന് പോണ ഇമോഷണൽ സീൻസ്, അതേപോലെ തന്നെ ആക്ഷൻ സീക്വൻസിന്റെ ഇമ്പാക്ട്, ഇതിൽ എന്താണോ സിനിമ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഒരൊറ്റ സെക്കൻഡ് പോലും നിങ്ങൾക്ക് അത് കൺവേ ആവാതെ പോകില്ല. അങ്ങനെ ചെയ്തു വെച്ച പടം. അതും ഇതിൽ ഇടക്ക് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞ സമയത്ത് എല്ലതും കിട്ടുകയാണ്, പക്ഷെ എക്സെപ്ഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ സിനിമയിലുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഗംഭീര ഫീൽ ഉണ്ട്. അതേപോലെ തന്നെ മോഹൻലാല് മറ്റേ മുണ്ട് മടക്കി കുത്തി കാട്ടിക്കണ മോഹൻലാൽ ഉണ്ടല്ലോ, ആ മോഹൻലാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ എന്തൊരു ഇതാണിത്. ഒന്നാമത് പറഞ്ഞാൽ ആവാൻ കാരണം മോഹൻലാല. അതായത് സ്ക്രിപ്റ്റ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇതിൽ മോഹൻലാലിനെ കൊണ്ടുവരുമ്പോൾ മോഹൻലാലിന്റെ ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമുണ്ട്. മോഹൻലാലിനെ മാത്രം മലയാള സിനിമയിൽ കൊണ്ടുവരാൻ പറ്റണ ഒരു ഫാക്ടർ ഉണ്ട്. അത് ഈ സിനിമ, അതായത് സിനിമ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് ഒരു 5-6 സ്റ്റെപ്പ് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശോഭനക്ക് ഇതിൽ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ആ ശോഭനക്ക് വലിയൊരു പെർഫോം ചെയ്യാനില്ലാന്ന്. പക്ഷെ അതിൽ ഇമോഷണൽ സീൻസിൽ ശോഭന കിഡുമാണ്. അത് ഞങ്ങൾക്കറിയാം, ശോഭന ഉർവശി എന്നൊക്കെ വെച്ചാൽ ഇവരെ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതില് ഒരു പോലീസുകാരനെ ഒരു ദേഷ്യം കൊണ്ടും ഒരു എന്തൊക്കെ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ഒരു നോക്കി പേടിപ്പിക്കണ പോലത്തെ ഒരു സീനുണ്ട്. മക്കളെ ശോഭനക്ക് കൊടുത്ത പൈസ അവിടെ മുതലായിട്ടുണ്ടാവും, എത്ര എണ്ണം കൊടുക്കുന്നുണ്ടെങ്കിലും. കാരണം ആ സാധനം വേറെ ഏതെങ്കിലും ഒന്ന് നടികളാണെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു എക്സ്പ്രഷൻ വേറെ ഏതെങ്കിലും നടി ചെയ്യണമെന്നുണ്ടെങ്കിൽ തീരുമാനമായില്ല. അപ്പൊ അതാണ് ഞാൻ പറയാം, ശോഭന ഇതിൽ കൊണ്ടുവന്നതാണ്. എനിക്ക് അത്രയ്ക്ക് പക്ഷെ ആ ഒരു നോട്ടം കൊണ്ടുള്ള സംഭവം, അത് ശോഭന ചെയ്യണം അത്രയും നന്നായിട്ട് വേറെ നടികൾ ചെയ്യണ കണ്ടിട്ടില്ല. ശരിയാണ്, ഉർവശിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ശോഭന ഒരു കണ്ണുകൊണ്ട് ഉള്ള സംഭവം ഉണ്ട്. അത് ഞാൻ വേറെ നടികൾ ആരും ചെയ്യണ കണ്ടിട്ടില്ല, ഇൻക്ലൂഡിങ് ഈ പഴയ നടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും. അങ്ങനത്തെ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ നോട്ടം ഒരു 2-3 സെക്കൻഡ് ഉള്ളൂ, അവിടെ തന്നെ ആ 3 സെക്കൻഡിൽ തന്നെ പൈസ മുതലായി മതി, അവിടെ നിൽക്കുക എന്നുള്ളതിലാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വില്ലന്മാരായിട്ട് വന്നിട്ടുള്ള എനിക്ക് ആ പേര് എനിക്കറിയില്ല, പക്ഷെ അവരൊക്കെ ഗംഭീര പെർഫോമൻസ് ചെയ്തു, നല്ല പെർഫോമൻസ്. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്കിങ്ങനെ തരിക്കും, ഇങ്ങനെ കയ്യാണ് അടിച്ച് പൊട്ടിക്കട എന്നുള്ള ഒരു ഫീല് വരും, മനസ്സിലായില്ലേ. അതിന് ആ ഫീലിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ അടി വരുന്നത്, മനസ്സിലായി. അടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിണ്ണം കാഴ്ചട്ടി, അത് തൊട്ടേ പിടിച്ച് എന്നുള്ള അടിയൊന്നല്ല, അങ്ങനത്തെ അടിയൊന്നല്ല, ആണ് കിണ്ണം വെച്ചാൽ മറിഞ്ഞിട്ട് ചീറ്റിച്ചിട്ട് കളട്ടി, മനസ്സിലായില്ലേ. അത് ഇതിന്റെ മുന്നേ എമ്പുരാന്റെ ഒരു പ്രൊമോഷനിലേക്ക് പോയപ്പോൾ തുടരും ഒരു ഫാമിലി ഡ്രാമ എന്നൊക്കെ ആണ് പറയുന്നത്. അതും ട്രെയിലറൊക്കെ കണ്ട് കാണുന്ന സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് ഇത്രത്തോളം ഒരു അന്യായ പടം ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു. ഈ ഒരു കാര്യം പറയുന്നത്,
ബാക്കിയുള്ളവർ ഈ സിനിമയെ പറ്റി എന്ത് പറയുന്നുള്ള അറിയില്ല. പക്ഷെ എനിക്കിത് ത്രൂ ഔട്ട് പഴയ മോഹൻലാലിൽ വരുന്നതേ ഒരു സംഭവമാണ്. പഴയ ഒരു പെർഫോമർ മോഹൻലാൽ വരുന്നതിന് ഒരു സംഭവമാണ്. മോഹൻലാലിനെ പറ്റി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, മലയാളത്തിൽ എത്ര പടങ്ങൾ വരിക്ക് പൊട്ടി കഴിഞ്ഞാലും മോഹൻലാലിനെ പൊട്ടിക്കാൻ ആരും ഉണ്ടാവില്ല. 100 പടം പൊട്ടിക്കഴിഞ്ഞാലും മോഹൻലാലിനെ പൊട്ടിക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് ഈ സിനിമ. അത് ആ ഇമോഷണൽ സീൻസ് ഒക്കെ മൂപ്പരാൾ ചെയ്ത്, അത് ബാത്റൂമിൽ നിന്നുള്ള ഒരു കരച്ചിലുണ്ട് മോഹൻലാലിന്റെ. എന്തൊരു പെർഫെക്ഷൻ ആണ് അത് ചെയ്തിട്ടുള്ളത്. ഓ, പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. അങ്ങനത്തെ ആക്ടിങ് ഇതിൽ മോഹൻലാലിന്റെ കാണാൻ പറ്റും. അത് ഈ ക്യാരക്ടർ മാറി വരുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് തുടക്കത്തിൽ കാണിക്കുന്ന മോഹൻലാൽ എല്ലാ സിനിമ കുറച്ചാണ് കഴിയുന്ന സമയത്ത്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്, ആ സമയത്തുള്ള ഡയലോഗ് ഡെലിവറി, ആ നോട്ടം, ഭാവം, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ സ്വിച്ച് ഇട്ട പോലെ മോഹൻലാലിന്റെ ഇതിൽ മാറുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഇതിൽ കൈയടിക്കാനും സങ്കടപ്പെടാനും എല്ലാം ഇതുണ്ട്, ഇൻക്ലൂഡിങ് ദിസ് സോങ്. ഇതിൽ പാട്ടുകൾ വരെ രസമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പാട്ടുകൾ വരെ രസമുണ്ട്. ഈ പടം ഉറപ്പാണ് 100 കോടിയിൽ നിൽക്കുമെന്നുള്ള സംശയം അതിന്റെ മേലെ ഈ മൂവി പോകും. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത് കണ്ട ഈ ഇത്ര പോകുന്ന നെഗറ്റീവ് പോലും പറയാൻ പറ്റാത്ത. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം തുടക്കത്തിൽ കുറച്ച് ലാഗ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. അത് എങ്ങനത്തെ ക്യാരക്ടർ ആണ് എന്നുള്ളത് നമുക്ക് കാണിക്കണല്ലോ. ശോഭന എങ്ങനത്തെ ക്യാരക്ടറാണ്, മോഹൻലാൽ എങ്ങനത്തെ ക്യാരക്ടറാണെന്ന് അത് അവിടെ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ ഒരു ക്യാരക്ടർ മാറുന്നു വരുന്ന ഇമ്പാക്ട് കിട്ടുന്നത്. കാരണം ആ ക്യാരക്ടർ എന്തിനു മാറുന്നു, എന്തുകൊണ്ട് മാറുന്നു, എങ്ങോട്ട് മാറുന്നതൊന്നും ഞാൻ പറഞ്ഞില്ല. അതാണ് ഈ പടത്തിന്റെ പ്രശ്നം. ഒന്നും പറയാൻ പറ്റില്ല ഈ പടത്തിൽ. കാരണം ഇനി എനിക്ക് പറയാനുണ്ട്, പക്ഷെ അത് പറയുമ്പോൾ പിന്നെ സിനിമ കണ്ടിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് തിയേറ്ററിൽ, ഇത് OTT ഇറങ്ങിയിട്ട് കണ്ടിട്ട് വലിയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തുടരും എന്ന് പറഞ്ഞ ഒരു ഗംഭീര പടം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.